ബിഗ് പ്ലാറ്റ്ഫോം ലൈക്ക് ബിഗ് ബോസിലോ വരെ ഇവര് കണ്ടസ്റ്റന്റ് ആയിട്ട് പോകുന്നത് വരെ നമ്മളിപ്പോൾ സന്തോഷ് വർക്കി, അലൻ ജോസ് പെരേര അല്ലെങ്കിൽ രേണു സുധി ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ കണ്ടന്റുകൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നുണ്ട്. എന്നിരുന്നാലും അത്തരം കണ്ടന്റുകളാണ് നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, മറ്റ് പല ഓൺലൈൻ മീഡിയകളും കൂടുതൽ കൊടുക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു റീസൺ, റീച്ച് മാത്രമാണോ റീസൺ? ഒരു റീസെൻ്റ്ലി അവർക്കുണ്ടാകുന്ന ഒരു വ്യൂവർഷിപ്പ് ഉണ്ടാവില്ല, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ടും ഉണ്ടാകുന്ന ഒരു ഇതാണ്. ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഈ പറഞ്ഞ മീഡിയാസ് ഈ പറഞ്ഞ ആൾക്കാരെ പിന്നെയും എടുക്കുന്നു. അവർക്ക് നമ്മളിപ്പം ഒരു കണ്ടന്റ് നമ്മുടെ ഫീഡിൽ വന്നു, നമ്മളത് ഇപ്പോൾ ലൈക്കോ കമൻറ്റോ ഒന്നും ചെയ്തില്ലെങ്കിൽ അതൊരു 30 സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ 30 സെക്കൻഡ് വീഡിയോ നമ്മൾ മൊത്തം ഒരു 16 സെക്കൻഡെങ്കിലും ആ വീഡിയോ കണ്ടാൽ പിന്നെ അവർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ അൽഗോരിതം മാച്ച് ചെയ്ത് നമുക്ക് പിന്നെയും സജഷൻ വരും. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ടൈപ്പ് ആൾക്കാരോ അല്ല ആ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് പിന്നെയും റീച്ച് വരുന്നതനുസരിച്ച് ഈ പറഞ്ഞ രീതിയിൽ ഇവർക്ക് പിന്നെയും റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവർക്ക് ഈ റീസൺ റീച്ച് വെച്ച് ഉള്ളതുകൊണ്ടായിരിക്കും ഇവരെ ഈ ബിഗ് പ്ലാറ്റ്ഫോം ലൈക്ക് ബിഗ് ബോസിലോ വരെ ഇവര് കണ്ടസ്റ്റന്റ് ആയിട്ട് പോകുന്നത് വരെ.